ഷാഫി പറമ്പിൽ കേരളത്തിൻ്റെ ഒരു ക്രൗഡ് പുള്ളർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. പക്ഷെ കേവലം ഒരു മതേതരവാദിയായ ഷാഫി പറമ്പിലിനെ ഒരു മതത്തിൻ്റെ അകത്ത് ചുരുട്ടിക്കെട്ടാൻ പലരും ശ്രമിക്കുകയാണ്. അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് CPM ആണോ? യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും ഈ രാഷ്ട്രീയ എതിരാളികളെയും രാഷ്ട്രീയ ശത്രുക്കളെയും രണ്ടായി കാണണം. നമുക്ക് രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല. സത്യത്തിൽ രാഷ്ട്രീയത്തിൽ എതിരാളികളേ ഉള്ളൂ. നിലപാടാണ് രാഷ്ട്രീയമല്ല. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ സങ്കല്പമാണ്. പക്ഷെ ഇപ്പം നമുക്ക് എതിരാളികളല്ല, ശത്രുക്കളാണുള്ളത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. നിങ്ങൾ ക്രൗഡ് പുള്ളർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന ആൾ. കേരളത്തിൽ ഒരുപാട് ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന നേതാക്കന്മാർ പല പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഓർമ്മയുള്ള ഒരാൾ AKG ആണ്. AKG വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓടി നമ്മൾ ചെല്ലും. EMS വേറെ തരത്തിലുള്ള ആളായിരുന്നു. ഇപ്പൊ തൃശ്ശൂരൊക്കെ EMS പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ EMS എന്താണ് പറയാൻ പോണേന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി EMSന്റെ എതിരാളികളും അനുകൂലികളും വന്നിരുന്നു. പിന്നെ കുറച്ച് വന്നിട്ടുള്ളത് ഒരു വലിയ വൈബ്രന്റ് എന്നുള്ളതിലേക്ക് MV രാഘവൻ, പിന്നെ നായനാർ വരുമ്പോൾ എന്തെങ്കിലും തമാശയൊക്കെ പറയുന്നു, പിന്നെ VS. ഇതാണ് ഇടതുപക്ഷത്തു നിന്ന് വന്നിട്ടുള്ള ക്രൗഡ് പുള്ളർ നേതാക്കന്മാർ. മറുവശത്ത് കോൺഗ്രസിൽ അങ്ങനെ ക്രൗഡ് പുള്ളർ നേതാക്കന്മാർ ഒരുപക്ഷെ വല്ല പനമ്പള്ളിയൊക്കെ പഴയ കാലത്ത് ഉണ്ടായതൊഴിച്ചാൽ പിന്നെ അങ്ങനെ ക്രൗഡ് പുള്ളർ നേതാക്കന്മാർ എത്തുന്നത് ഉമ്മൻചാണ്ടിയിലാണ്. ഞാൻ എത്തുന്നത് ഉമ്മൻചാണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് അദ്ദേഹത്തിനോടുള്ള ഒരു അഫിനിറ്റി ഉണ്ട്. പിന്നെ ആ സ്ഥലത്ത് കുറച്ചെങ്കിലും വന്നത് സതീശനാണ്. സതീശൻ എന്തെങ്കിലും ഇത് പറയും എന്നുള്ളൊരു നിലയ്ക്ക്. പക്ഷേ ഷാഫിയിലെത്തുമ്പോൾ കഴിഞ്ഞ പ്രത്യേകിച്ചും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ, പാലക്കാട് ഷാഫി ജയിക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ഇതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അതിനുശേഷം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പും, ഈ രണ്ടെണ്ണാണ് ഷാഫിയെ കേരളത്തിൽ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ നേതാവാക്കുക. ശൈലജ ടീച്ചറെ 1.5 ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. ശൈലജ ടീച്ചറെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, ഷാഫിയുടെ വടകരയ്ക്കുള്ള എൻട്രി യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന പോലെ വടകര ഒരു മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസി അല്ല. വടകരയിൽ 60% ഹിന്ദു വോട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. 35% മുസ്ലിം ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല പാലക്കാട് BJPക്ക് വലിയ സ്വാധീനമുള്ളതും ഹിന്ദു വോട്ടിന് മഹാഭൂരിപക്ഷമുള്ളതും അവിടുത്തെ അഗ്രഹാരങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഷാഫിയുടെ കൂടെ പോയിട്ടുണ്ട്. അവിടുത്തെ അഗ്രഹാരങ്ങളിൽ പോയിട്ടുണ്ട്. വേറൊരു ആവശ്യത്തിന് പോയതാണ്. ഷാഫി MLA ആയിരിക്കുമ്പോൾ അഗ്രഹാരങ്ങളിൽ പോലും ഷാഫിക്കുള്ള ഒരു സ്വീകാര്യത ചെറുതൊന്നും ആയിരുന്നില്ല. പറയുമ്പോൾ ഒരു മുസ്ലിമാണ്, പക്ഷെ അഗ്രഹാരങ്ങളിൽ മാമി ശ്രീധരന് പോലും ഇല്ല, എനിക്ക് ദോശതാവും മാമി എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം ഷാഫിക്ക് അവിടെ ഉണ്ട്. അതുണ്ടായത് വലിയ സെക്യുലറായ ഷാഫിയുടെ ഒരു നിലപാട് കൊണ്ടാണ്, ഒരു സംശയമില്ല. മാത്രമല്ല കോൺഗ്രസിൽ മുസ്ലിം ലീഡേഴ്സ് വളരെ വളരെ കുറഞ്ഞു. ഒരു ആര്യാട് മുഹമ്മദാണ് മലബാറിൽ നിന്നുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രാധാന്യം നിലമ്പൂർ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും മലബാറിൽ നിന്ന് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട, മുസ്ലിം കമ്മ്യൂണൽ ആവണമെന്നില്ല, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു യൂത്ത് നേതാവ് വരുന്നു എന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ ഷാഫിയുടെ പോപ്പുലാരിറ്റി ഉയർത്തിയത് CPM ആണ്. ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ CPM ആണ് ഷാഫിക്കെതിരായി. അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ ശത്രുവായി ഷാഫിയെ കണ്ടു, രാഷ്ട്രീയ എതിരാളിയായല്ല. ഷാഫിയെ നേരിടേണ്ടത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവരങ്ങനെയല്ല, മതം പറഞ്ഞ് ഷാഫിയെ നേരിടാൻ ശ്രമിച്ചു. ഇപ്പോൾ നമുക്കറിയാം വടകരയിൽ ഷാഫി വന്നിറങ്ങുമ്പോൾ മുസ്ലിംകൾ മാത്രമൊന്നുമല്ല, യുവജനങ്ങൾ വലിയ തോതിൽ ഷാഫിയുടെ കൂടെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കി 80ഓളം ഈ തെരഞ്ഞെടുപ്പിൽ 80 മണ്ഡലങ്ങളിൽ ഷാഫി എല്ലാ മണ്ഡലക്കാരും ആവശ്യപ്പെട്ടു. മുസ്ലിം ഉള്ളതും ഹിന്ദു ഉള്ളതും ക്രിസ്ത്യാനിയുള്ള മണ്ഡലങ്ങളിലും ഷാഫി വരണം. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ മുസ്ലിം ഒന്നും കാര്യമായിട്ടില്ല, പക്ഷെ ഷാഫി വരണമെന്ന് ചാണ്ടി ഉമ്മൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, വേറൊരു ഇക്വേഷനാണ്. അപ്പോൾ ഷാഫിക്കുള്ളൊരു ക്രൗഡ് പുള്ളർ, ഷാഫി മുന്നോട്ട് വയ്ക്കുന്ന ഒരു മതേതര രാഷ്ട്രീയം, അത് ഏറ്റവും പേടിപ്പിച്ചത്, യഥാർത്ഥത്തിൽ അത് പേടിപ്പിക്കേണ്ടത് BJPയാണ്. കാരണം ഒരു മുസ്ലിം ലീഡർക്ക് മതേതരമായി കേരളത്തിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയും എന്ന് പറയുന്നത്, അത് കേരളത്തിൻ്റെ BJPയുടെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്ന ഒരു സാധനമാണ്. കാരണം പൊതുസമൂഹത്തിന് സ്വീകാര്യനായ ഒരു മുസ്ലിം ലീഡർ കേരളത്തിൽ വരിക എന്നുള്ളത് BJPക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും CPM ഇത്രമാത്രം അസ്വസ്ഥനാക്കുന്നത്? അവിടെയാണ് അസ്വസ്ഥനാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാഫിയുടെ ഈ വരവ്, ഇത് കേരളത്തിൽ ഷാഫിക്ക് പകരം വയ്ക്കാൻ മറ്റൊരു ലീഡർ CPM-ലില്ല. CPM-ൽ മാത്രമല്ല, ഇന്ന് എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിലില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഷാഫി ഇല്ലാതാക്കുക. പണ്ട് സന്ദേശം സിനിമയിൽ ശങ്കരാടിയുടെ കുമാരപിള്ള സാറ് പറയുന്നുണ്ട്, അപ്പുറത്ത് നല്ല ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പെണ്ണ് കേസ് എന്തെങ്കിലും പെടുത്തി അവരെ ഒതുക്കുക
എന്ന് പറയുന്ന ഒരു തന്ത്രം 25-30 വർഷം മുമ്പാണ് സത്യനന്ദിക്കാട് എഴുതുന്നത്. ഇന്നും അത് തന്നെയാണ് CPM-ന്റെ ഉള്ളൂ ആയുധം. അപ്പൊ എന്ത് പറ്റും? ഷാഫിയെ വർഗീയാക്കുക. ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട്, യഥാർത്ഥത്തിൽ ഷാഫിയുടെ ഭൂരിപക്ഷം ഒരു 25,000 കൂട്ടിയത് കാഫിർ സ്ക്രീൻഷോട്ടാണ്, ഉറപ്പാണ്. അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവുന്നുണ്ടോ ഇനിയിപ്പോ CPM ആരോപിക്കുന്നത് പോലെ? ഇല്ല, ഷാഫി അങ്ങനെ കൺസോൾട്ടേഷന് ശ്രമിക്കുകയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഷാഫിക്ക് മുസ്ലിം വിഭാഗത്തേക്കാൾ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് ഹിന്ദു വിഭാഗത്തിൽ നിന്നാണ്. കാരണം മലബാർ UDF എപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? മലബാറിലെ മുസ്ലിമിന്റെ മൊത്തം ഉത്തരവാദിത്വം ലീഗിനെ ഏൽപ്പിച്ചു. ലീഗ്, മുസ്ലിമിന്റെ പണി ലീഗ്, ഇവിടെ കേരള കോൺഗ്രസ്. അങ്ങനെയാണ് UDF-ലെ ഇക്വേഷൻ മുമ്പോട്ട് പോയത്. ഇപ്പൊ അത് തകരുകയാണ്. കോൺഗ്രസിന് മുസ്ലിം വിഭാഗത്തിലും അല്ലാത്ത വിഭാഗത്തിലും സ്വീകാര്യമായ നേതാക്കൾ ഉണ്ടാവും. ഇപ്പോൾ സുധാകരൻ വലിയ നേതാവെന്ന് പറയുമ്പോൾ കണ്ണൂരെ 3-4 മണ്ഡലത്തിലെ സുധാകരന്റെ സ്വാധീനം അത്ര വരുള്ളൂ. അതും ബ്രിഗേഡ് ഒന്നും ഓൾ കേരള അതൊന്നും അങ്ങനെയൊന്നും വരില്ല. നേരെ മറിച്ച് ഷാഫിക്ക് അതല്ല. ഷാഫിയുടെ സ്വീകാര്യത, ഷാഫി ചെറുപ്പമാണ്. സുധാകരനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പ്രായ ആളുകളല്ലേ. ഷാഫി വളരെ യങ്ങാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വീകാര്യത ഷാഫിക്ക് വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് BJP യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ അതാണ്, ഇത് BJP-യുടെ പ്രശ്നമാണ്. ശരിക്കും BJP ആണ് ഇതിൽ വറി ചെയ്യുന്നത്. പക്ഷെ വറി ചെയ്യുന്നത് മുഴുവൻ CPM ആണ്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM-ന് ഒരു കാര്യം മനസ്സിലായി. CPM-ന്റെ ബേസ് വോട്ട് ബാങ്കിൽ, പ്രത്യേകിച്ചും പിന്നോക്ക ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീണിരിക്കുന്നു. ആലപ്പുഴയും അറ്റിങ്ങലും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ. ആ വിള്ളൽ അടയ്ക്കാൻ എന്ത് ചെയ്യണം? അതിന് ഇസ്ലാമോഫോബിയ എടുത്ത് കളിച്ചതാണ്. ആ ഇസ്ലാമോഫോബിയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ CPM-ന് തിരിച്ചടിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു, ഇനിയിപ്പോ ഏത് കാന്തപുരം പിന്തുണച്ചു എന്ന് പറഞ്ഞാലും ഏത് SDPI പിന്തുണച്ചു എന്ന് പറഞ്ഞാലും LDF-ന് വലിയ തോതിലുള്ള തിരിച്ചടി മലബാറിൽ ഉണ്ടാകുമ്പോൾ അത് വളരെ എഴുതി ഒരു സംശയമില്ല, ഒരു സംശയമില്ലാതെ എനിക്ക് ഉറപ്പായിട്ട് പറയാം. ന്യൂനപക്ഷത്തിന്റെ വോട്ട് ആൻഡ് ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിനും, ന്യൂനപക്ഷം മാത്രമല്ല ഞാൻ പറയുന്നത്, ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന മതേതരമായ, ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ്സുകാർ വളരെ ശക്തമായി ലീഗുമായി ഫൈറ്റ് ചെയ്തിട്ടാണ് അവരവിടെ നിലനിന്നിട്ടുള്ളത്. ഒരു കാലത്ത് ഒരു മണ്ഡലത്തിലും കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥി നിർത്തിയാൽ കോൺഗ്രസ്സുകാർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആര്യാട് മുഹമ്മദൊക്കെ ചിലപ്പോൾ ജയിച്ചിരുന്നത്. അവിടെ ലീഗുമായിട്ട് നേരിട്ട് ഉടക്കിയിട്ടാണ്. CPM-ആയിട്ട് പിന്തുണച്ചുകൊണ്ട് ഭരിച്ചിട്ടുണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ആ അർത്ഥത്തിലുണ്ട്. ആര്യാടിനോട് ജയിച്ചിട്ടുണ്ട് 80-ൽ. CPM-ന്റെ പിന്തുണയോട് തോറ്റിട്ടുമുണ്ട്. മറ്റേ CPM പിന്തുണയിൽ വെച്ച് ഹംസ അവിടെ ജയിച്ചിട്ടുണ്ട്. അത് വേറെ ഇക്വേഷൻ. പക്ഷെ ആര്യാടിനേക്കാളൊക്കെ വ്യത്യാസമുള്ളത്, ഒന്ന് ഷാഫി പുതിയ ആളാണ്, പുതിയ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഷാഫി ഉറപ്പായിട്ട് ഏറ്റവും LDF നേരിടുന്ന ഭീഷണി ഏത് ജില്ലയിലാണെന്നറിയാം? കോഴിക്കോടാണ് LDF-ന് ഇത്തവണ ഏറ്റവും വലിയ വെല്ലുവിളി വരാൻ പോണത്. പല മണ്ഡലങ്ങളും നാദാപുരം, കുറ്റ്യാടി, കുന്ദമംഗലം, കൊയിലാണ്ടി ഒക്കെ, അതോടൊപ്പം തന്നെ പേരാമ്പ്ര, വലിയ ഈ മണ്ഡലങ്ങളൊക്കെ ഷാഫിയുടെ പെർവ്യൂവിൽപ്പെട്ട ലോക്സഭാ മണ്ഡലം. പേരാമ്പ്രയിൽ അതോടൊപ്പം തന്നെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് അവിടെയാണ് ഞാൻ രണ്ടാമത് വരുന്നത്. ഇതിന്ന് കാഫിർ സ്ക്രീൻഷോട്ടിൽ നിന്ന് CPM ഒന്നും പഠിച്ചില്ല. അതിനുശേഷമാണ് കൗമിലക്കുട്ടി എന്നുള്ളത് വലിയ തോതിൽ ഇപ്പൊ ഈ സ്ക്രീൻഷോട്ട് പോലെ തന്നെ CPM ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട് ആരാണ് ഉണ്ടാക്കിയെന്ന് അറിയാതെ വന്നു. അവസാനം അത് CPM ഹാൻഡിലിൽ വന്ന് നിന്നു. അതിനപ്പുറത്ത് അന്വേഷണം പോയില്ല. പക്ഷെ കൗമിലക്കുട്ടി എന്നുള്ള പ്രചരണം യഥാർത്ഥത്തിൽ CPM-ന്റെ ഔദ്യോഗികമായ 2 വാഹനങ്ങളിൽ നിന്ന് റെക്കോർഡ് ചെയ്ത മെസ്സേജാണ് പിടിച്ചത്. മെസ്സേജ് ഒരു വാഹനത്തിൽ CPM-ന്റെ പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിയുടെ ഏജന്റിന്റെ പേരിലാണ് വാഹനം കിട്ടുന്നത്, വാഹനത്തിന്റെ ഇത് മേടിക്കുന്നത്. അതിനകത്തുള്ള വെക്കുന്ന റെക്കോർഡ് ചെയ്ത് CPM ഒക്കെ വളരെ നോക്കി എന്നിട്ട് റെക്കോർഡ് ചെയ്ത് സാധനം വയ്ക്കുള്ളൂ. കാരണം റെക്കോർഡ് ചെയ്തതിന് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അനൗൺസ് ചെയ്ത് ഒരു പൊട്ടം പോവുകയാണെങ്കിൽ പൊട്ടയെന്ന് വെക്കാം. ഇതല്ല, ഇത് റെക്കോർഡ് ചെയ്ത മെസ്സേജാണ്. റെക്കോർഡ് ചെയ്ത മെസ്സേജിൽ ഈ കൗമിലക്കുട്ടി എന്ന പ്രയോഗം വലിയ തോതിൽ തിരിച്ചടിയാവും, സംശയമില്ല. കാരണം അത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല. അത് സാധാരണ ഒരു സെക്യുലറായ ഒരുപാട് പേര് എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവരിവിടെയുണ്ട്. വർഗീയവാദികൾ എല്ലാ ജാതിയിലും മതത്തിലും ഉണ്ട്. ഞാൻ അതും പറയുന്നില്ല, എല്ലാ ജാതിയിലും മതത്തിലുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ പോലും വർഗീയവാദികളായ കുറേ ആളുകളുണ്ട്. കാസ പോലെയുള്ള സംഗതികളുണ്ട്, വേറെ ചില ആളുകളുണ്ട്, ഹിന്ദു വർഗീയവാദികളുണ്ട്, മുസ്ലിം വർഗീയവാദികളുണ്ട്. പക്ഷേ ഇതൊന്നുമല്ലാത്ത ഒരു ജനപക്ഷ ഇവിടെയുണ്ട്. ആ ജനപക്ഷത്തിന് മുമ്പിലാണ് ഷാഫി അവരോടാണ് സംസാരിക്കുന്നത്. അവരുടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു നേതാവായിട്ട് വരികയാണ് ഷാഫി വരികയാണ്. ആ സെക്യുലർ ആയിട്ട് ഒരു യൂത്ത് നേതാവ് കേരളത്തിൽ വളർന്നു വരുന്നു. ഞാൻ ഏതാണ്ട് കണക്കാക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ അഖിലേന്ത്യാ തലത്തിൽ വന്നതിന് സമാനമായ ഒരു സംഗതിയാണ് ഷാഫിക്ക് കേരളത്തിൽ കിട്ടുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഷാഫിയുടെ പേരിൽ വല്ല കേസ് വരുമോ, ഷാഫി വല്ല കുഴപ്പത്തിൽ പെടുമെന്ന് എനിക്കറിയില്ല.
അതിന് മുൻകൂർ ജാമ്യം എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇന്ന് ഞാൻ പൊളിറ്റിക്കൽ ഷാഫിയാണ് കാണുന്നത്. പൊളിറ്റിക്കൽ ഷാഫി കേരളത്തിൻ്റെ ഒരു പ്രതീക്ഷയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്.